ഇന്നത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ ഇടുക്കി റെഡിമിക്സിന്റെ ടൈപ്പിലാണ് വർക്ക്. കുഴികളുണ്ട് കേട്ടോ, ആ കുഴിക്കകത്തുനിന്ന് വേസ്റ്റ് പോരുവാണ്. ഇത് ഞങ്ങൾക്ക് ഇപ്പം വന്ന വർക്കാട്ടോ. ഇത് ചെറിയ വർക്കേ ഉള്ളൂ, ഒരു 1.5-2 മണിക്കൂറിൽ കൂടുതൽ കാണത്തില്ല കേട്ടോ. ഇത് റെഡിമിക്സ് ചെയ്തതിന്റെ മിഷ്യൻ കഴുകി വരുന്ന സിമെന്റും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇത്. അത് കോരി പുറത്തേക്ക് ഇടണം. അതിനാണ് അങ്ങനത്തെ ആ പണിയാണ് ഇവിടെ ചെയ്യാനുള്ളത്. അതിനകത്ത് വെള്ളവും കാണും, വേസ്റ്റും കാണും കേട്ടോ. ഇത് ക്ലേ പോലെ മിറ്റിലും എല്ലാ സംഭവമുണ്ട്, സിമെന്റ് അടക്കമുള്ള സാധനങ്ങളുണ്ട് കേട്ടോ. ഇതിനകത്ത് നല്ല കുഴാന്നിരിക്കുന്നത്. ഇവിടുത്തെ സ്റ്റാഫാട്ടോ അവിടെ നിൽക്കുന്നത്, ആ ചേട്ടൻ. വീഡിയോ എടുത്തോട്ടെന്ന് യൂട്യൂബ് എടുത്തോളാൻ പറഞ്ഞു, കുഴപ്പമില്ലാന്ന് പറഞ്ഞു കേട്ടോ. വിഷയമുള്ള ആയത്തുണ്ട്. അവിടെ ഒരു കുഴിയുടെ കുറച്ച് കോരിയേ, അതിനങ്ങോട്ട് ഒഴുകിപ്പോകാതിരിക്കാൻ ഒരു തട പോലെ വെക്കാൻ വേണ്ടി നോക്കിയതാ. പക്ഷെ മൊത്തം ചെളി കേട്ടോ, പായസം പോലെ കിടക്കുമോ. മൊത്തം സിമെന്റ് കേട്ടോ, സിമെന്റും മിറ്റിലായി മൊത്തം കാണുന്നത്. തട പോലെ വെക്കാൻ പറ്റുമെന്ന് തോന്നില്ല. ഏതായാലും ആ കുഴി ബാക്കിയുള്ളത് പോരാ. ഇനിയുള്ളത് കംപ്ലീറ്റ് വെള്ളമായിരിക്കും. വെള്ളം എന്ന് പറഞ്ഞാൽ സിമെന്റ് വെള്ളമോ, സിമെന്റ് നല്ല താഴ്ചയുണ്ട് കേട്ടോ. ഇത് വണ്ടിയുടെ ടയറിന്റെ പകുതി ഭാഗത്തോളം ഇപ്പൊ ഇനി ഈ വെള്ളം ആവും കേട്ടോ. വേറെ നടപടിയില്ല. എന്നാലും വണ്ടിയുടെ ടയർ ഇതെല്ലാം വണ്ടി ഇത് കഴിയേണ്ടി വരും ലാസ്റ്റ്, ഈ സിമെന്റ് പറ്റിയ ഭാഗങ്ങളെല്ലാം. ഇതുവഴി ഇപ്പം കംപ്ലീറ്റ് തീരാറായി കേട്ടോ. ഇനി കുറച്ചിട്ടേ ഉള്ളൂ കേട്ടോ. ഇപ്പം നല്ല ചാറ് പായസം പോലെ ഇപ്പം കിടക്കുന്നത് സിമെന്റ് എല്ലാം കൂടെ. ഈ വർക്ക് കഴിയുമ്പോൾ ഇതിന്റെ ബക്കറ്റിലൊന്നും നല്ലപോലെ കഴുകണേ, ഇതുണ്ടോ, അല്ലെങ്കിൽ തിരിച്ചു പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇതാ സംഭവം, ചാറ് പോലെ കുഴന്നുള്ള സാധനം കേട്ടോ കോരി ഇടുന്നത്. ഇത് കംപ്ലീറ്റ് സിമെന്റ് ആയിരുന്നു. ഈ മിക്സ് ചെയ്ത മെഷീനെ കഴുകി വരുന്ന വേസ്റ്റ് വെള്ളം കേട്ടോ. വേസ്റ്റ് വെള്ളത്തിലൂടെ വരുന്ന സിമെന്റുകൾ 7 താഴ്ചയുള്ളൊരു കുഴിയായിരുന്നു കേട്ടോ. ഇതുപോലത്തെ സാധനമുണ്ട് കോരി ഇടുന്നത്. ഒരു കുഴി കംപ്ലീറ്റ് കോരി കഴിഞ്ഞു. ഇനി അപ്പുറത്തെ കുഴിയുടെ കുറേ ഈ കിടക്കുന്ന വൈകിരിക്കുന്ന വാഴ കണ്ടു. ഈ വാഴ ഈ സിമെന്റിനകത്ത് കിടന്ന കളി വളരുന്നത്. ഇത് സിമെന്റിന്റെ ഇവയായിരിക്കും വാഴക്കാണ്ടാകുമ്പോ. അങ്ങനെ ഒരു കുഴി കഴിഞ്ഞു. ഇനി അടുത്ത കുഴി പോരാ. ആ കുഴി ഇതിന്റെ അത്ര വലിപ്പമില്ല കേട്ടോ. അതൊരു ഇതിനേക്കാളും വീതി കുറവാണ്. അങ്ങോട്ട് മാറ്റാം. കംപ്ലീറ്റ് ഇത് കോരി ഇനി വണ്ടിയിൽ നിന്ന് വെളിയിൽ ഇറങ്ങാൻ പറ്റുമല്ലേ, ഞാൻ കാണിക്കാവേ. ഇത് മൊത്തം സിമെന്റാ. വണ്ടിയുടെ ചുറ്റിന് ഇനി സിമെന്റ് ആവും. സിമെന്റ് കൊണ്ട് നിറയും കേട്ടോ ഈ ഏരിയ. ഇത് മൊത്തം കഴിയുകയും വേണം ലാസ്റ്റ്. ഇതുണ്ട്, ഇവിടെ കിടക്കുന്നുണ്ടോ. ഇനി രണ്ടാമത്തെ കുഴിയുടെ കോര കേട്ടോ. മറ്റേ ഒരു കുഴി കോരി, ഇനിയൊരു ചെറിയ കുഴിയാണ്, നിറച്ച് വെള്ളം വേണം. ആ വെള്ളം കോരി വയ്ക്കുമ്പോൾ ഈ ഏരിയ ഫില്ലാവും. ചുറ്റിലും സിമെന്റും തന്നെയാട്ടോ. ഭായിമാരൊക്കെ അവിടെ ആവേശത്തോടെ അവിടെ നോക്കിക്കുന്നുണ്ട്. അവന്മാരവിടെ നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ടോ, എന്നാന്ന് മനസ്സിലാവുന്നില്ല. ആർക്കും ഒരു വിവരം കിട്ടത്തില്ല എന്തോ സംഭവം. ആദ്യത്തെ കുഴിക്കാത്ത ഇത് മൊത്തം സിമെന്റ് വെള്ളോ. വണ്ടി ഇനി എന്നാ കോലമാവും ദൈവത്തിന് അറിയാമല്ലോ. ഒരു പ്രാവശ്യം ഞങ്ങളിവിടെ നേരത്തെ ഇവിടെ വന്നിട്ടുള്ളൂ കേട്ടോ. ഒരു പ്രാവശ്യം ഇതുപോലെ ഇത് കോരാൻ വന്നോ. അന്ന് കോരിയിട്ട് ഇവിടുന്ന് തന്നെ കുറച്ച് വെള്ളം അടിച്ച് കഴുകിയിട്ടാണ് പോയത്. കഴുകിയില്ലെങ്കിൽ ചിലപ്പോൾ തുരുപ്പ് പിടിക്കുമെന്ന് അറിയത്തില്ല. വീട്ടിലായിരിക്കണം, എന്നാലും ഇത് കഴിയണം. ഇവിടുന്ന് ഏറ്റവും അടി കണ്ട ക്ലേ കിടക്കുന്നുണ്ട്. ആ വാഴയുടെ കൈ ഒന്ന് മാറ്റേണ്ടി വരും കേട്ടോ. അത് അങ്ങാറ്റത്തെ കുഴി വരുമ്പോഴേ അതിപ്പം അല്ലെ വാഴ കൊലച്ചിരിക്കുന്നത്, വാഴ അടക്കം താഴെ ആ കൈ മാറ്റി. എന്നാലും കോരട്ടെ. രണ്ടാമത്തെ കുഴിയുടെ വേസ്റ്റ് കംപ്ലീറ്റ് കോരിയിട്ടുണ്ട് സിമെന്റ്. ഇനി നേരെ അപ്പുറത്തെ കുഴിയിലേക്ക് പോകാം. ആ വാഴയുടെ കൈ മാറ്റാൻ പറയട്ടോ, അല്ലെങ്കിൽ ആ കൈ മാറ്റാ, വാഴയുടെ കൈ അല്ലെ ആ വാഴ മറിഞ്ഞു പോകും. ഇത് ഉടക്കിയ വണ്ടിയുടെ ചുറ്റിനും സിമെന്റ് ആയി കേട്ടോ. ഇവിടെ വലിയ കടലിൽ നിൽക്കുന്നല്ലോ നിൽക്കുന്നത്, മൊത്തം സിമെന്റ്. ഇതുണ്ടോ, അങ്ങോട്ടെല്ലാം ഒഴുകിക്കൊണ്ടിരിക്കുക. മറ്റേ ലോഡർ ഉണ്ടെന്ന് അവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ഒഴുകി പോകാതിരിക്കാൻ. വണ്ടി നിറച്ച് സിമെന്റ് ആട്ടോ. ഇനി കംപ്ലീറ്റ് കഴിയണം വണ്ടി, അല്ല ഒന്നിനും കൊള്ളത്തില്ല. മൂന്നാമത്തെ കുഴിയിലെ വണ്ണ പോരാ. നിങ്ങൾ കിടക്കുന്ന കിടപ്പുണ്ടോ?
സിമെന്റ് എന്ന് പറഞ്ഞാൽ സിമെന്റ് വെളുത്ത് കാണുന്നത്. ഇത് അത്യാവശ്യം ടൈറ്റും ഉണ്ട്. ടൈറ്റ് ഉണ്ട് കേട്ടോ. ഇത് കരിപ്പൊടിയാട്ടോ. അയ്യ മൊത്തം തെറിക്കട്ടോ അമ്മാറകത്തുന്നല്ലേ ഏറിയ വണ്ടി കംപ്ലീറ്റ് നിർത്തിയിരിക്കുക. അങ്ങനെ അമ്മാരാക്കാലും ഇവിടെ ജോലി ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അമ്മാർക്ക് ഇതൊക്കെ എക്സ്പീരിയൻസ് ആണ്. അതിന്റെ മോളി മാത്രമേ ഉണ്ടായിരുന്നു, അടിയിലോട്ട് വെള്ളം കേട്ടോ. എന്തായാലും കോരി തട്ടാം, ബാക്കി കോരിയിട്ട് കാണിക്കാം. ഓക്കെ, ഈ സൈഡിലെ കുഴിക്കകത്ത് അത്യാവശ്യം കട്ടിയുണ്ട് കേട്ടോ. മറ്റത്ര വെള്ളമില്ല. സിമെന്റ് മാത്രമേ ഉള്ളൂ, സിമെന്റും മണലും മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിന് മിക്സിനകത്ത് എന്തായാലും കെമിക്കലൊക്കെ ഒഴിക്കുന്നുണ്ടായിരിക്കുമല്ലോ ഇതിന് ഈ കട്ട പിടിക്കാൻ വേണ്ടി. കോൺക്രീറ്റ് വീടിനെ കോൺക്രീറ്റ് ചെയ്യുന്നല്ലേ, അതിനുള്ള പശ ഉണ്ടല്ലോ, അതൊക്കെ കൂട്ടിയായിരിക്കും ഇതിനകത്ത് അടിക്കുന്നത്. റെഡി ഫിക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായി കാണുമായിരിക്കുമല്ലോ. വീടൊക്കെ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വണ്ടിയെ കൊണ്ടുവരും കേട്ടാ. ചെറിയ വലിയ ലോറിക്കകത്ത് മിക്സ് കൊണ്ടുവരുമല്ലേ, കോൺക്രീറ്റ് മിക്സ്. അതിൻ്റെ കമ്പനിയാണിത്. പിന്നെ ഈ വണ്ടി എൻ്റെ സ്വന്തമാണോന്ന് ചിലർക്കൊക്കെ സംശയമുണ്ട് കേട്ടോ. ഇത് എൻ്റെ സ്വന്തമല്ല, ഇത് ഞാൻ ഈ വണ്ടി ഓടിക്കുന്നുണ്ട്. ഇതിൻ്റെ ഓപ്പറേറ്ററാണ്. ഒരു മുതലാളി വേറെ ഉണ്ട്. മുതലാളിയുടെ ഒക്കെ ഞാൻ അനുവാദമൊക്കെ ചോദിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്, ഇത് അപ്ലോഡ് ചെയ്യുന്നതൊക്കെ. പിന്നെ ഡെയിലി വർക്കൊന്നുമില്ല, നമ്മൾ വരുന്ന ചെറിയ ചെറിയ വർക്കിൻ്റെ വീഡിയോ ആണ് ഇടുന്നത്. ഡെയിലി ചിലപ്പോൾ 1-2 ദിവസങ്ങളിൽ നമ്മൾ വീഡിയോ ഇടും. അന്നേരം എല്ലാ ദിവസവും വർക്കൊന്നും എന്നും ചെയ്യുന്ന വർക്കൊന്നും അല്ലായിരിക്കും കേട്ടോ. ചിലപ്പോഴും ചെയ്തിട്ട് 5-6 ദിവസം കഴിഞ്ഞതിന് ശേഷമുള്ള ആയിരിക്കും വീഡിയോ ആയിട്ട് വരുന്നത് കേട്ടോ. ചിലപ്പോൾ വെറുതെ വീട്ടിൽ ഇരിക്കുമ്പോഴായിരിക്കും ഈ വീഡിയോ വരുന്നത്. അപ്ലോഡ് ചെയ്യുന്നത് ഒത്തിരി ഗ്യാപ്പ് ഇട്ടാ കേട്ടോ. ഇന്ന് ചെയ്താണെങ്കിൽ 4 ദിവസം കഴിഞ്ഞായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. ആ രീതിയിലാണ് പോകുന്നത്, അല്ലെങ്കിൽ ശരിയാവത്തില്ല. ഏകദേശം തീരാറായി. ഇനി ഇതിലും വലിയൊരു സാധനം കോരാണ്ടോ കേട്ടോ, കാണിക്കാം കേട്ടോ. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോലല്ലേ. ഇനിയൊരു മര്യാദ ഐറ്റം കോരാണ്ടോ കേട്ടോ, അതാ കാണണ്ടേ. അതെന്ന് പറഞ്ഞാൽ ഫുൾ കോൺക്രീറ്റ് ആയിരിക്കും. കോൺക്രീറ്റ് ആണ് എന്നാ സംഭവം നടത്തില്ല, വലിയ വാർക്കല്ല് പോലെ സാധനമായിരിക്കും അതെ. അത് ഇത് കഴിഞ്ഞാൽ അതാ കോരുന്നത്. ഞാനിപ്പോൾ ഇത് കറക്റ്റ് വണ്ടിക്ക് വെക്കുന്ന സിമെന്റാ കേട്ടോ. ഇവിടെ കിടന്ന് ഉറച്ചു പോകുന്ന സംശയമുണ്ട്, എനിക്കത് ഇറങ്ങാനും പറ്റത്തില്ല. വണ്ടിയുടെ ചുറ്റും സിമെന്റ് വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുക. വെയിലും അടിക്കുന്നുണ്ട്. വണ്ടി വീഴുന്ന ഉറച്ചു പോയാൽ ഇവിടുന്ന് വണ്ടി കൊണ്ടുപോകുമ്പോൾ ഇടക്കത്തില്ല. ഇവിടെ സ്റ്റാറ്റ് അടിച്ച് നിൽക്കേണ്ടി വരും. അമ്മാതിരി സിമെന്റ് എല്ലായിടത്തും കംപ്ലീറ്റ് കോരിയിട്ടുണ്ട്. ഇനിയാണ് അംഗം മോനെ. ഇപ്പൊ നിറച്ച് സിമെന്റിനകത്തോടെ ഇപ്പൊ താഴെ ഇനി കാണുന്ന അംഗം എന്ന് പറഞ്ഞാൽ ഭയങ്കര കേട്ടോ. ഇനി എടുക്കാൻ പോകുന്ന അതിലും വലിയ സംഭവം താഴെ. ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, അങ്ങോട്ട് ഒഴിവായിരിക്കും. അതിന്റെ മുകളിൽ കയറിപ്പോ എന്തായാലും അത് എടുക്കണമല്ലോ. എന്നിട്ട് മുകളിലേക്ക് അപ്പുറം ഇറങ്ങിയിട്ട് സൈഡിലേക്ക് തള്ളി കൊടുക്കുക, അല്ലെ നടക്കത്തില്ല. ആ കാണുന്നുണ്ടോ, ഒത്ത സിമെന്റാ കിടക്കുന്നത്, കണ്ടം പോലെ കിടക്കുന്നത്. ഈ വണ്ടി ഇറങ്ങി ചാലൊന്ന് ലെവലാക്കി കൊടുക്കുക, അല്ല അതിനകത്തോടെ ആ ചെടിയിലാണ് മഴ വരുമ്പോൾ ഒഴിവ് വരും. അത് ലെവലാക്കിയിട്ട് ഇനി കോരാനുള്ള സാധനമാണ് ഭീകരമായിട്ട് ഇനി കോരാനുള്ളത്. അത് സംഭവം എന്ന് വെച്ചാൽ വണ്ടി കൊണ്ട് മിക്സ് കൊണ്ടിട്ടതിന് ശേഷം വണ്ടി കഴുകി ഒഴിക്കുന്ന സ്ഥലമാണ് അത്. അവിടെ ഇതിലും ഭീകരമായിരിക്കും. നോക്കാതെ എങ്ങനെയാണ്. തൊട്ടടുത്ത് മറ്റേ വണ്ടി കിടപ്പുണ്ടാണ്. അതാ മറ്റേ ഇതിനകത്തോട്ട് കണ്ടെയ്നറിനകത്തോട്ട് ചുറ്റിലും സാധനങ്ങളൊക്കെ കയറ്റി വിടുവാണ് ലോഡറായിട്ട്. അത് ആ വണ്ടി ഒന്ന് കാണിക്കാം ഞാൻ ഇവിടുത്തെ വർക്ക് കഴിയുമ്പോഴേ. ഇതാണ് ഇനി കോരാനുള്ളത്. ഈ സാധനം എന്ന് പറഞ്ഞാൽ ഇച്ചിരി കടുപ്പമായിരിക്കേ. എന്നാ വെച്ചാൽ ഇത് മിറ്റില് കോൺക്രീറ്റ് കൊണ്ടുപോയി ചേട്ടൻ വണ്ടി കഴിയിടുന്ന സാധനം. ഭയങ്കര കടുപ്പാണ്. ഇതിപ്പം വലിയ പാറ പോലൊക്കെ പൊങ്ങി വരും. ഇപ്പം വരുന്നുണ്ടത്. പിന്നെ ഇതാണ് ഇവിടുത്തെ മെയിൻ പണി. എന്നിട്ട് ഇത് വെള്ളം വലിയുമ്പോൾ ഇത് വണ്ടിയെ കയറ്റി വിടുക കേട്ടോ ഇങ്ങോട്ടൊക്കെ. ഈ റോഡിലൊക്കെ ഇടാനാണ് പറഞ്ഞത്. വെള്ളം വലിയുമ്പോൾ നല്ല സംഭവം കേട്ടോ. മണലല്ല ഉറച്ച സ്ഥലം സാധനം. ഈ കോരുന്നതിന്റെ ഭാഗത്ത് ആദ്യം മുകളിലത്തെ വശമൊക്കെ ഉറച്ചെടുക്കുക. താഴേക്ക് സോറി ഞാൻ എന്നാ മട്ടത്തരേ പറഞ്ഞു. ഞാനിപ്പോ കോരുന്നതിന്റെ ഈ മോൾ വശം മൊത്തം ലൂസാട്ടോ, പെട്ടെന്ന് പോരുന്നുണ്ട്. താഴേക്ക് നല്ല ഉറപ്പാട്ടോ. താഴേക്കും തനി കോൺക്രീറ്റാ. ഞാൻ എടുക്കുമ്പോൾ കാണിച്ചു തരാം. ഇത് കോരട്ടെ,
എല്ലാ പരിപാടിയും നടക്കുന്നില്ല. ആദ്യം ഒന്ന് മുകളിൽ നിന്ന് പോയി കളയട്ടെ, എന്നിട്ട് മറ്റേ എടുക്കുമ്പോൾ കാണിക്കാം. ഓക്കെ, മാറ്റിയെടുത്ത് എന്നാ വെച്ചാൽ ഈ സൈഡ് അങ്ങ് കോരി കുഴിയാക്കി അങ്ങ് കോരുവാണെങ്കിൽ ആ ഒന്നാം വശം കോരുന്നത് ഇങ്ങോട്ട് ഇട്ടിട്ട് കോരി പറിക്കാമല്ലോ. അല്ലെ പിന്നെ അത് പിന്നെ വലിയ പാടാവും. ഈ സൈഡ് ആദ്യം തീർക്കാം. കട്ടിയുള്ള ഭാഗത്തേക്ക് എത്തിയില്ല കേട്ടോ. ഇപ്പൊ മുകളിലത്തെ ക്ലേ പോലെ സംഭവമാണ് ഇപ്പൊ കോരിക്കൊണ്ടിരിക്കുന്നത്. അടിയിൽ നല്ല കട്ടിയായിരിക്കും. വലിയ പീസ് കോൺക്രീറ്റ് ആയിട്ട് പൊങ്ങി വരും. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ പൊങ്ങി വന്നതാണ്. എന്നാലും നമുക്ക് നോക്കാവേ. ഈ വീഡിയോകൾ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ചെറിയ ചെറിയ പീസായി കിട്ടാൻ തുടങ്ങി കോൺക്രീറ്റിന്റെ പീസ്. ഇനി അടിയിലേക്കെല്ലാം വലിയ വലിയ പീസായിട്ടായിരിക്കും ഇരിക്കുന്നത്. മൊത്തം സിമെന്റും മണലും പിന്നെ ഈ നെറ്റിലൊക്കെ ആട്ടോ ഇതിൻ്റെ അടിയിൽ. ഈ കുഴിയുടെ പകുതി പോലും ആയിട്ടില്ലേ. ഈ ഒരു വണ്ടിയുടെ ഈ JCBയുടെ ഭൂമി കംപ്ലീറ്റ് താഴ്ന്ന രീതിയിലുള്ള കുഴിയാണ്. വലിയ കുഴിയാണ്. വലിയ കുഴിയല്ല, ഈ JCBക്ക് തന്നെ വലിയ കുഴിയാണ്. അങ്ങനെ ഈ ഭൂമി താഴത്തിനുള്ളത് താഴ്ചയുണ്ട് കുഴിക്ക്. അങ്ങനെ ആ കുഴിയുടെ പകുതി ഭാഗം തീർന്നോണ്ടിരിക്കുന്നു കേട്ടോ. അതുകൊണ്ട് ഇതുപോലുള്ള പീസുകളൊക്കെ കിട്ടാൻ തുടങ്ങി. വലിയ വലിയ പീസ്. ഈ പീസുകൾ കിട്ടാൻ തുടങ്ങിയെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളോർക്കും സ്വർണ്ണത്തിന്റെ പീസായിരിക്കും. ഈ കോൺക്രീറ്റ് പീസ് കേട്ടോ. അതാ ഞാൻ പറഞ്ഞത്. ഇത് പിടിക്കുന്ന ഈ കട്ടിയുള്ള ഭാഗമാണ് പിടിക്കുമ്പോൾ അങ്ങോട്ട് പോകും. ഇങ്ങോട്ട് പിടിക്കുമ്പോൾ അങ്ങോട്ട് പോയി. അങ്ങനെ ഈ കുഴിയുടെ പകുതി തീർന്ന പോലെ ആയി കേട്ടോ. ഇനി അങ്ങനെ സൈഡ് ആ കാണുന്ന സൈഡില് അവരെ കൂടെ പോരാം. ഡീസലിന്റെ കാര്യം ഏകദേശം തീരുമാനമായേ. ഡീസൽ 2 പോയിന്റ് ആയിട്ടുണ്ട്. ഇത് പണിയാനുള്ളത് കിട്ടുമോന്ന് ഡൗട്ടാണ്. ഇല്ലെങ്കിൽ ഡീസൽ കൊണ്ടുവേണ്ടി വരും. ഈ ഭാഗത്ത് കൊരിങ്ങിയ സൈഡിലേക്ക് കിട്ടും. അങ്ങനെ അറ്റത്തേക്ക് എത്തത്തില്ല. എന്നാലും ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇത് പൊട്ടിച്ചിട്ട് ആ കുഴിയുടെ അങ്ങനെ മുകളിലേക്കോട്ട് ഓടിയിട്ടിട്ട് അവിടുന്ന് വേണം മുകളിലേക്ക് ഓടി. അത്യാവശ്യം കട്ടിയാണ് ഇത് കേട്ടോ. ഇവിടെ ഈ 3 വശം മാത്രമേ ഉള്ളൂ ഇതുപോലെ കട്ടി കുറവ്. ഐസ്ക്രീം പോലെ ഇരിക്കുന്നു. താഴോട്ട് നല്ല കട്ടിയാട്ടോ. എന്നാലും ഇത് കംപ്ലീറ്റ് പൊടിച്ചിട്ടെ. മഴ പെയ്തതിനും പിന്നെ തീർക്കണം, അല്ലെങ്കിൽ പിന്നെ ഒഴിവ് വേണം. നമുക്ക് ഇരട്ടിപ്പണിയാണ്. ഇരട്ടിപ്പണിയുടെ തന്നെ അല്ല, ഇത് കറങ്ങാ. ഇത് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇട്ടപ്പോൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഞാൻ എപ്പോഴും ഇത് പറയുന്നതെന്നു ചോദിച്ചാൽ നിങ്ങൾ മറന്നും പോരുത്. നമുക്കൊരു സപ്പോർട്ടും ആവില്ല. അതുകൊണ്ടാട്ടോ ഞാൻ ഈ വീഡിയോ ഇടാൻ തുടങ്ങിയത് തന്നെ. നമ്മൾ വണ്ടിപ്പണി ഏകദേശം അടുത്ത അവസ്ഥയിലായിരുന്നു കേട്ടോ. എനിക്ക് വണ്ടി ഓടിക്കാനായിട്ട് വർഷങ്ങളായി ഞാൻ എന്താ ഈ പരിപാടി നിർത്തിയേക്കാന്നൊക്കെ ഉള്ള ധാരണയിലായിരുന്നു ഇരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ കടവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എന്താ ഒന്നും ചെയ്യാനും പറ്റത്തില്ല. അതുകൊണ്ട് ബിസിനസ് ഉണ്ടാവും. പിന്നെ വണ്ടിയിൽ കയറി. അത് കഴിഞ്ഞിപ്പം മടുപ്പായോണ്ടാട്ടോ ഇങ്ങനെ വീഡിയോ ഇട്ട് ചെയ്യുന്നത്. ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇനി ഇതിൽ നിന്ന് വലിയ വരുമാനം ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. വല്ലതും കിട്ടുവാണെങ്കിൽ അത് ബോണസായിട്ട് കൂട്ടും. ഇവിടെ ഇപ്പം ഏകദേശം താത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഇവിടുന്ന് താത്തിക്കോരി ഈ കുഴിയുടെ അങ്ങാ സൈഡിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അവിടുന്ന് മുകളിൽ കയറ്റുന്ന സാധനം. എന്നാലും നമ്മുടെ പണി ഫിനിഷ് ആകത്തുള്ളൂ. ഇനി എന്നെ എന്താ ചോദിച്ചാൽ ഈ സൈഡിൽ നിന്ന് കോരിയിടാം മുകളിലേക്ക്. ഇവിടെ ഒത്തിരി ആയിക്കഴിഞ്ഞു. വെള്ളമാണ് ഈ സൈഡിലേക്ക്. ഇവിടെ ഇങ്ങനെ കോരിയിടുവാണെങ്കിൽ അതിന് പിന്നെ അവിടുന്ന് കോരിയാൽ മതി. സിമെന്റാ വണ്ടിയുടെ ബക്കറ്റ് ടയറും കംപ്ലീറ്റ് സിമെന്റാണ്. ഇത് കഴിയണം. ഇത് വെള്ളം അടിച്ചു കഴിഞ്ഞാൽ പോവായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് കുത്തിക്കളയുമായിരുന്നു. മൊത്തം പറിച്ചിറക്കി. ഒരു ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ കുഴി മൊത്തം വേസ്റ്റ് വലിച്ചു കൂട്ടി ഒരു സൈഡിലേക്ക്. ഇനി ഇത് കോരി എടുത്താൽ മാത്രം മതി കേട്ടോ. എന്തായാലും ഇത് ബാക്കിയുടെ കോരിയിടാം. കഴിഞ്ഞ പ്രാവശ്യം വലിയ പീസായിട്ട്, ഈ പ്രാവശ്യം ചെറിയ പീസ്. ഇനി ഇങ്ങോട്ട് വെച്ചിട്ട് അങ്ങ് തള്ളി വിടാം. അങ്ങനെ ഇവിടുത്തെ പണി കഴിഞ്ഞു കേട്ടോ. ബില്ലൊക്കെ എഴുതി കൊടുത്തു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. JCBയുടെ ഒരു മെഷീൻ കണ്ടോ, ലോഡർ. ഇതൊന്ന് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇതിനെക്കുറിച്ചൊരു വീഡിയോ എടുക്കണം കംപ്ലീറ്റ്. ഓക്കെ.